ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? ഇതിൽ ഒരു ദിവസം കാലത്തായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാവരും എണീച്ചിട്ടില്ലായിരുന്നു. അതിന് മുമ്പേ എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. കാലത്ത് എനിക്ക് 7:30 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എൻ്റെ പഴയ വീട്ടിലോട്ടൊന്ന് പോകണമായിരുന്നു. അപ്പോൾ അവിടുത്തെ മദ്രസയിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് കാലത്ത് എന്ന് പറഞ്ഞാൽ കാലത്ത് ഒരു 6 മണി നേരത്തായിരുന്നു കേട്ടോ ഈ ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ ഞാൻ വെള്ളം ചൂടാക്കി കുടിക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ. അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മൊബൈൽ കയ്യിൽ പിടിച്ചപ്പോൾ ഞാനിത് മോളെ കൊണ്ട് ഞാൻ പറഞ്ഞു, നീ ഇന്നത്തെ ജോലികളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കാലത്ത് ഉമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്നിട്ട് നിനക്കും കൂടെ ഒന്ന് അറിയട്ടെ, നീ ജസ്റ്റ് ഒന്ന് കിച്ചണിലോട്ട് വാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അങ്ങനത്തെ വെള്ളം ചൂടാക്കാൻ വെച്ചു. പക്ഷേ കുടിക്കാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിത് കോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം തീർന്നു, പക്ഷേ ഇത് ഒരെണ്ണം ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇതിന് കേടായി പോയിട്ടുണ്ട. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാലത്ത് നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ചായ, റസ്ക് അങ്ങനത്തെ ഒന്നും ഐറ്റംസ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇതൊരു കോണുണ്ടല്ലോ, അപ്പോൾ ഇതിനൊന്ന് ഞാനൊന്ന് ബുട്ടിക്കാക്കിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഞാൻ കോണിൻ്റെ എല്ലാ തുണിയും കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ചെറുതായിട്ടുള്ള ഒരു മസാല എടുക്കുന്നുണ്ട്. ഒരു ഹാഫ് ടീസ്പൂണ് ചില്ലിപ്പൊടിയും പെപ്പർ പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു ടേബിൾ സ്പൂണോളം കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ കോണിൻ്റെ മുകളിൽ നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഉപ്പും ചെറുതായിട്ടൊന്ന് ഒരു എരിവും കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ചൂടായ ഇതിനെന്താ പറയുക, ഈ ജാലിയില്ലേ, ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒരു സ്റ്റിക്കില്ലേ അതിലിങ്ങനെ ആദ്യമേ തിരിക്കാൻ നോക്കി. പക്ഷേ ഇതെനിക്ക് പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഈ ജാലിയെ തന്നെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ചുറ്റും ഞാൻ ഇതൊന്നും പൊള്ളിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മോക്കി ഫ്ലേവറായിരുന്നു. ഞാനിത് ആദ്യമായിട്ടിരുന്നു കഴിച്ചതും കൂടി ഉണ്ടാക്കിയതും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനിത് കാണുമ്പോൾ കഴിക്കാറേയില്ല. ഞാനങ്ങനെ ഇത് വേവിക്കാതെയും അല്ലാതെയും ഞാനിങ്ങനെ കഴിക്കും. പക്ഷേ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എനിക്കിതിൻ്റെ റെസിപ്പീസ് തന്നെ കാണിക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, എനിക്കിൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ആക്കിയിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു സപ്പോർട്ടും തോന്നും. അപ്പോൾ എനിക്ക് ഇനിയും വീഡിയോസ് ഇടണമെന്നിട്ട് തോന്നും. അപ്പോൾ എന്തായാലും നിങ്ങളെ വിലപ്പെട്ട സപ്പോർട്ടിൻ്റെ ഒരുപാട് ആവശ്യമുണ്ട്. ഒന്ന് സപ്പോർട്ടാക്കി ലൈക്കാക്കാം. അങ്ങനത്തെ ഞാൻ ഈ കോണിനിൽ ഈ ജാലിയിൽ തന്നെ മൊത്തം അങ്ങോട്ട് ചുറ്റിച്ചിട്ട് എടുത്തിട്ട് പൊള്ളിച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അവസാനം ഇതിൻ്റെ ഒന്ന് ഷോ കാണിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ സ്റ്റിക്ക് കൊണ്ട് എന്തായാലും എനിക്കിത് പിടിക്കാനേ പറ്റുന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങോട്ട് തണുക്കാൻ വെച്ച് കൊടുത്തു. പിന്നെ തണുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. വീട്ടിൽ തന്നെ നമുക്ക് അങ്ങനത്തെ കൊയിലകളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെ നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കിയിട്ടെടുക്കാം, ചുട്ടിട്ടെടുക്കാം കേട്ടോ. നല്ല വില കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് കഴിക്കുന്ന ഈ ഫുഡില്ല, നമുക്ക് ഈസിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കുക. എന്നിട്ട് ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. കാരണം ആ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് വരുമ്പോൾ കുറച്ച് നേരമായിപ്പോൾ. അപ്പോൾ ഞാൻ കുട്ടികളെയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി അവർക്ക് വിശക്കുന്നതും തോന്നിപ്പോയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശക്കായിരുന്നു കേട്ടോ, നമ്മുടെ നീർദോശയില്ലേ, അതിന് ഞാൻ വെള്ളത്തിലിട്ടിട്ട് പച്ചരി കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിനൊന്ന് നല്ലോണം കഴുകി ക്ലീൻ ആക്കുക. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇട്ടിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. എന്നിട്ട് ദോശ വയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര തിന്നാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നു. പിന്നെ സ്പെഷ്യലി നമ്മുടെ ദോശക്കല്ലില്ലേ അതിൽ ഇളകുന്നത്രയും നമുക്ക് ഈ ദോശക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെ പാത്രങ്ങളിൽ ഒരുപാട് ദോശ തിന്നാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഇത് പുതിയതായിട്ടുള്ള ദോശ ചട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആദ്യത്തിൽ ഇത് ഇപ്പോൾ എത്രയും തിന്നാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇതും അവസാനം വരെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഞാൻ ഒരുപാട് ഇങ്ങനെ ദോശ ചട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ നല്ല ഇളകിയിട്ട് വരും. പിന്നെ ഈ ദോശച്ചട്ടിക്ക് എന്തോ ഒന്ന് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ ഒന്ന് എൻ്റെ നിന്ന് മിസ്റ്റേക്ക് വരുന്നതാണ്. പക്ഷേ ആ ദോശ ഇളകാത്തതായിപ്പോന്നു. അതിന് വേണ്ടിയിട്ട് എത്ര ജോലി ചെയ്താലും ദോശച്ചട്ടിന് ദോശ ഇളകില്ല കേട്ടോ. അതെന്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അതിനെങ്ങനെ നേരാക്കണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എൻ്റെ ഈ ദോശ ചട്ടിയിൽ നല്ല വലുതാണ് കേട്ടോ.
അതുപോലെ തന്നെ എൻ്റെ ഗ്യാസ് സ്റ്റൗവിൽ ഞാനിത് ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ടുള്ള ഗ്യാസ് സ്റ്റൗ ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ വലിയ പാത്രങ്ങൾ വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ അത്ര പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതിൽ കുറച്ച് വെയിറ്റ് ആക്കേണ്ടി വരുന്നുണ്ട്. വലിയ പാത്രത്തിൽ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഈവൻ പത്തിരൊക്കെ നമ്മൾ ചുടുമ്പോൾ 3-4 പത്രം ഒന്നിച്ചിട്ട് ചുടുമല്ലോ. അപ്പോൾ ഇത് ഒരു അടുപ്പിൽ തന്നെ അതെനിക്ക് ചുട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 2 അടുപ്പും യൂസ് ആക്കും. ആദ്യത്തെ ഇതിൽ ഇട്ടിട്ട് പിന്നെയാണ് ഈ 2-3 പത്രം ഇടുന്ന ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കും. എന്നാലും എൻ്റെ പത്രം കറക്റ്റാവും. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനത്തെ വിശേഷങ്ങളാണ് ഈ ഓൺലൈനിൽ ചെറുതായിട്ടുള്ളൊരു സ്റ്റൗ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അബദ്ധം. അങ്ങനെ ദോശ ചട്ടിയിൽ ഇപ്പോൾ ദോശ നല്ല ഇളകുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ആക്കണം, പക്ഷേ മാഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ട് തന്നെ ദോശ ഇളകി കിട്ടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരുപാടൊന്നും അങ്ങോട്ട് ചുട്ടെടുത്തിട്ടില്ല. ഓരോരുത്തർക്കും ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുള്ളൂ. ഞാനും ഇപ്പോൾ എൻ്റെ നിഹാലും നൂറും 2 പേരാണ് 3 പേരാണ് നമ്മൾ പോകുന്നത്. നസറിനെ ഞാൻ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ തന്നെ നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ബസ്സോ റിക്ഷ എന്താ കിട്ടുന്നത് അതിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് റോഡ് സൈഡിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ സൈഡിലൊക്കെ ഇല്ലേ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഹൈവേ ആണ്. അപ്പോൾ ഇപ്പോൾ ഈ സമയം പറയുന്നത് ഒരു 7:20 7:30 അത്രേ ആയിട്ടുള്ളൂ. 7:30 അത്രയും നേരമായിരുന്നു. ആ സമയത്താണെങ്കിൽ അങ്ങോട്ട് ഒരുപാട് വെഹിക്കിൾസ് ഒന്നും ഇല്ലായിട്ട് കേട്ടോ. അങ്ങനെ മാർഗത്തിൽ കുറച്ച് നേരം വെയിറ്റാക്കി പിന്നെ നമ്മൾ ഓട്ടോയിൽ പോയി. അപ്പോൾ ഇത് കുറച്ച് നേരം വെയിറ്റ് ആക്കുന്ന ഒരു സീനായിരുന്നു കേട്ടോ. നല്ല മഴ വരുന്ന ആ ഒരു ക്ലൈമാറ്റും കാറ്റും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ നേരത്തെ ഒരു ക്ലൈമാറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പഴയ വീട്ടിലോട്ട് നമ്മൾ പോയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് പോയത്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ആൾ താമസമില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നിറച്ച് അങ്ങോട്ട് ഗ്രാസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീട് പൊളിച്ചിട്ട് നമുക്ക് പുതിയതായിട്ടൊന്ന് കെട്ടണമെന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആർക്കുക. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ദുആവും കൂടി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വീട് പുതുതായിട്ടൊന്ന് വെക്കും. അങ്ങനെ നമ്മൾ വീടിന് ചുറ്റും ഒന്ന് പോയി നോക്കി. എന്തായാലും പഴയ വീടാട്ടോ, പഴയ തറവാടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മാറി താമസിച്ചത്. അപ്പോൾ വീടിൻ്റെ അകത്ത് കയറി ഇവിടുന്ന് എല്ലാം നമ്മൾ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വീട് അങ്ങോട്ട് കാലിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാകും. അതിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ വീട്ടിൽ തന്നെ ഞാൻ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ ഇവർ ഈ സൈഡിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവർ മദ്രസയിൽ കിട്ടിയ പ്രൈസായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഉസ്താദ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പ്രൈസ് ഉണ്ട് എന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വന്നത്. അവർ വിളിച്ച് പറഞ്ഞത് കുട്ടികളുടെ പ്രൈസ് അല്ല, അത് വന്ന് മേടിച്ചുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂന്ന്. അങ്ങനെയായിരുന്നു കേട്ടോ ഇവിടെ വന്നത്. അങ്ങനെ അവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് ചെറുതായിട്ടൊന്ന് ആ വീടൊക്കെ ക്ലീനിങ്ങൊക്കെ ആക്കി. അപ്പോൾ ഈ പുറപ്പെടുന്ന നേരത്തിൽ നമുക്ക് അവിടെ ഒരു ഇളനീര് കിട്ടിപ്പോയി കേട്ടോ. അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെത്തി എടുത്തിട്ട് കുടിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇരിക്കും ഞാൻ ഈ ജോലി ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തോ ഫസ്റ്റ് ക്ലാസ്സായിട്ട് അതെനിക്ക് ചെത്തി എടുക്കാനും പറ്റി, കുടിക്കാനും പറ്റി കേട്ടോ. എൻ്റെ ആദ്യത്തെ ട്രൈ തന്നെ പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? വിചാരിക്കാത്ത നേരത്തിൽ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ പറ്റില്ല എന്ന് തോന്നിയ സംഭവങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഇതങ്ങനെ ഇളനീരൊക്കെ കുടിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 8:30 മണിയാവുന്ന നേരമായിരുന്നു. ആ നേരത്തായിരുന്നു ഇളനീരും കുടിക്കുന്നത്. പിന്നെ ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലാക്കിയിട്ടാണ് വന്നത്. അങ്ങനെ ഇതിപ്പോൾ ഇളനീരൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക. പിന്നെ ജസ്റ്റ് ഒരു സ്മൈലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ സന്തോഷമായേനെ. അപ്പോൾ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.